കർത്താവിന്റെ മഹത്വം. ഈ മാസത്തിന്റെ അവസാന ദിവസം, ഈ വിശുദ്ധ ഞായറാഴ്ച നമുക്കൊരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ആലയത്തിലും ഭവനത്തിലും അതുപോലെ ഫേസ്ബുക്കിലൂടെ ദൈവജനത്തിനായി കാതോർക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപ എല്ലാവരുടെ മേലും പകരപ്പെടട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ സംസാരിക്കട്ടെ. ആമേൻ. പരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. പരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. പരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. പരമേശ പരമരുളീശ നീയത്രേയൻ. ആദിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. പരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. കാർമേഘത്തിൻ ഉള്ളിലും ഞാൻ മിന്നും സൂര്യ ശോഭ കാണും. കാർമേഘത്തിൻ ഉള്ളിലും ഞാൻ മിന്നും സൂര്യ ശോഭ കാണും. പരമേശ രക്ഷാസ്ഥാനോ. പരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനോ. സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷ ഉഷസിങ്കലും. സന്ധ്യയിങ്കൽ വിലാപവും സന്തോഷ ഉഷസിങ്കലും. പരമേശ നീയത്രേയൻ രക്ഷാസ്ഥാ. ചേർന്നൊരുമിച്ച് പറഞ്ഞേ. ഓ പരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനോ. പരമേശ പരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനോ. 119 സങ്കീർത്തനം അതിന്റെ 126 വാക്യം ഈ രാവിലത്തെ വേദചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. 119 സങ്കീർത്തനം അതിന്റെ 126 വാക്യം. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. അവർ നിന്റെ ന്യായപ്രമാണം ദുർബലമാക്കിയിരിക്കുന്നു. 136 വാക്യം കൂടെ വായിക്കുന്നു. അവർ നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കായക കൊണ്ട് എന്റെ കണ്ണിൽ നിന്ന്
ജലനദികൾ ഒഴുകുന്നു. 119 സങ്കീർത്തനം വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായമാണ്. ഈ സങ്കീർത്തനത്തിൽ ദൈവിക ന്യായപ്രമാണത്തെക്കുറിച്ച്, കർത്താവിന്റെ വചനത്തെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ വചനത്തിന് നൽകുന്ന പല പര്യായ പദങ്ങളുണ്ട്. സാക്ഷ്യമെന്നും കൽപ്പനകളെന്നും ന്യായപ്രമാണമെന്നും ഒക്കെയായി അവിടെയൊക്കെ സങ്കീർത്തനക്കാരൻ ദൈവവചനത്തിന്റെ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. നാം വായിച്ച 126 സങ്കീർത്തന വാക്യത്തിന്റെ അവസാന വാക്യം, 2-ാം വാക്യം, 127-ാം വാക്യം, അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. അപ്പോ പൊന്നിനേക്കാൾ തങ്കത്തെക്കാൾ പ്രിയമുള്ള ദൈവത്തിന്റെ വചനം. ഞാൻ പറഞ്ഞു, കൽപ്പനകളെന്നും പ്രമാണങ്ങളെന്നും ന്യായപ്രമാണമെന്നും സാക്ഷ്യങ്ങളെന്നും ഒക്കെ പല വാക്കുകളാണ് വചനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രമാണം, വചനം അത് പ്രാധാന്യമുള്ളതാണെന്നും വചനമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നും താൻ മനസ്സിലാക്കുകയാണ്. വായിച്ച വേദഭാഗത്തിലേക്ക് വേഗം വന്ന് ഇന്ന് പകൽ ദീർഘമായൊരു സന്ദേശം നൽകാതെ ചുരുക്കമായി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു. യഥാർത്ഥത്തിൽ ഈ വാക്യം പലപ്പോഴും വായിക്കുകയും ചിന്തിച്ചു വിടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ രാത്രിയിൽ അല്പനിമിഷങ്ങൾ ദൈവസ്ഥാനിൽ ഇരുന്നപ്പോൾ ഈ വാക്യം പിന്നെയും എന്നെ ഓർമ്മിപ്പിച്ചു. ഇന്ന് പകൽ സംസാരിപ്പാനായി ആത്മാവ് എനിക്ക് നിയോഗം നൽകിയ വാക്യം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വാക്യത്തിലേക്ക് ഞാൻ വീണ്ടും കടന്നു വരുന്നത്. ഒരു കൂട്ടം ആളുകൾ ദൈവിക ന്യായ പ്രമാണത്തെ ദുർബലമാക്കുമ്പോൾ 136-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ന്യായപ്രമാണത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഭാഗം ആളുകൾ വചനത്തിനോ ദൈവപ്രമാണത്തിനോ വില കൽപ്പിക്കാതെ ആ ദൈവപ്രമാണങ്ങളെ ദുർബലമാക്കുമ്പോ, ആ ന്യായപ്രമാണത്തെ അനുസരിക്കാതിരിക്കുമ്പോ ഇത് കണ്ട് വേദനിക്കുന്നൊരു ഭക്തനെയാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം. വചനത്തെ ദുർബലമാക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്, സമൂഹങ്ങളുണ്ട്. വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം നൽകാതിരിക്കുന്നവരുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക, ദൈവമേ, നിന്റെ ന്യായപ്രമാണം ഒരു ഭാഗം ആളുകൾ ദുർബലമാക്കുമ്പോ അങ്ങേക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണിത്. എപ്പോഴും കർത്താവ് മൗനമായിരിക്കില്ല, എപ്പോഴും കർത്താവ് പ്രവർത്തിക്കാതിരിക്കില്ല. കർത്താവ് പ്രവർത്തിക്കാൻ കർത്താവിനൊരു സമയമുണ്ട്. കർത്താവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. അതിന്റെ അർത്ഥം എന്താ? ചിലപ്പോഴൊക്കെ ദൈവം മിണ്ടാതിരിക്കും, ചിലപ്പോഴൊക്കെ ദൈവം പ്രവർത്തിക്കാതിരിക്കും. ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. അവൻ പ്രവർത്തിപ്പാൻ ശക്തനാണ്. നാം സേവിക്കുന്ന ദൈവം കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കാത്തവനല്ല, കാലുണ്ടെങ്കിലും നടക്കാത്തവനല്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കാതിരിക്കുന്നവനല്ല, കണ്ണുണ്ടെങ്കിലും കാണാതിരിക്കുന്നവനല്ല. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. നമ്മുടെ ദൈവം ചലിക്കുന്നവനാണ്. നമ്മുടെ ദൈവം കൈനീട്ടി നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. നമ്മുടെ ദൈവം നമ്മളെ കാണുന്നവനാണ്. നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഇതെല്ലാം സത്യമാണ്. പക്ഷെ അപ്പോൾ തന്നെ ചില സമയത്ത് കർത്താവ് മൗനമായിരിക്കും. അനുഭവിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, കർത്താവ് നീ എന്താ മിണ്ടാതിരിക്കുന്നേ? ഈ വിഷയത്തിന്റെ മുമ്പിൽ നീ എന്താ മൗനമായിരിക്കുന്നേ? ശരിയാരും ഓർക്കുക, എന്റെ ദൈവം എപ്പോഴും മൗനമായിരിക്കില്ല.
എന്റെ ദൈവം എപ്പോഴും പ്രവർത്തിക്കാതിരിക്കില്ല. അവന് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. കഴിഞ്ഞ രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ജനത്തോട് പറയുക, ഇത് ദൈവത്തിന്റെ പ്രവർത്തിക്കാനുള്ള സമയമാണ്. The time for you act. അവൻ പ്രവർത്തിക്കാനുള്ള സമയമാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഒരിക്കൽ കൂടെ ഞാൻ ആത്മനിയോഗത്തോടെ പറയാൻ ദൈവാത്മാവ് പറഞ്ഞോണ്ട് പറയുക, ഇതുവരെ മൗനമായ ചില വിഷയത്തിന്മേൽ ദൈവം ചിലർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാ. ചില പ്രാർത്ഥനാ വിഷയയുടെ മറുപടിയായി എന്റെ ദൈവം പ്രവർത്തിക്കാൻ എഴുന്നേൽക്കുകയാണ്. വേഗം ദൂതിലേക്ക് വരാം. സഭാപ്രസംഗ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സഭാപ്രസംഗം 3:11. അവൻ സകലവും ആദാദിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. ആ ഭാഗത്തിലേക്ക് ഒന്നുകൂടെ വരാം. നിത്യതയെ കുറിച്ചുള്ള ഭാഗമൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ ഒരു ആദ്യത്തെ പദം മാത്രം, എല്ലാ കാര്യങ്ങളെ പറ്റി പറയാം. അവിടെ അവൻ സകലവും ആദാദിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കർത്താവിന് ചെയ്യാൻ ഒരു സമയമുണ്ട്. അത് പക്ഷെ എന്റെ സമയമല്ല, അത് നിങ്ങളുടെ സമയമല്ല, കർത്താവിന്റെ സമയമുണ്ട്. ആ സംഭവം കണ്ടോ? അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. ഞാനത് ഇങ്ങനെ പറയാം, ദൈവത്തിനറിയാം എപ്പോൾ ചെയ്യണമെന്ന്, ദൈവത്തിനറിയാം എങ്ങനെ ചെയ്യണമെന്ന്. ദൈവത്തെ നമ്മൾ ആരും റൂട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കർത്താവിനറിയാം എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്നലെ വരെ ഇന്ന് വരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നത് മൊത്തം ദൈവത്തിന്റെ സമയത്ത് നടന്നതാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? അത് ഞാനും നിങ്ങളും ചിന്തിച്ചതല്ലേ, ഞാനും നിങ്ങളും പ്രവർത്തിച്ചതല്ലേ, ഞാനും നിങ്ങളും ആഗ്രഹിച്ചതല്ല. പക്ഷെ ഒരു കാര്യം അറിയാ, ദൈവത്തിന്റെ സമയത്ത് ദൈവം ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ മൗനമായിരിക്കാതെ കർത്താവിന് സ്തോത്രം ചെയ്യുക. ഞാൻ വേഗം എല്ലാ വാക്യം വായിപ്പിക്കാതെ അറിയാവുന്ന അതുകൊണ്ട് വേണമെന്ന് പറഞ്ഞു വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എപ്പോഴും ദൈവം മിണ്ടാതിരിക്കില്ല, എപ്പോഴും ദൈവം പ്രവർത്തിക്കാതിരിക്കില്ല. കർത്താവ് പ്രവർത്തിക്കും. പക്ഷെ ദൈവത്തിന് സമയമുണ്ട്, ദൈവത്തിന് സമയമുണ്ട്. ഈ ഭൂമിയെ ദൈവം നിർമ്മിച്ചത് പാർപ്പിന് വേണ്ടിയാ, പാർക്കാൻ വേണ്ടിയാ. ഞാൻ പറയുന്നത് വചനം അറിയാവുന്നവർ അതുകൊണ്ട് എല്ലാ വാക്യം എടുക്കുന്നില്ല. പക്ഷേ ഈ ഭൂമി എന്തായി മാറി? പാഴും ശൂന്യമായി മാറി. പക്ഷേ പാഴും ശൂന്യമായി മാറിയ ഭൂമിയെ വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ദീർഘവർഷങ്ങളൊക്കെയാ, ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമല്ല. പക്ഷെ ഈ പാഴും ശൂന്യമായി തീർന്ന ഈ ഭൂമിയെ ദൈവം വിട്ടില്ല, ദൈവം വിട്ടില്ല. നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആമേൻ. ശ്രദ്ധിക്കണേ, മുട്ടയുടെ മുകളിൽ കോഴി പൊരുന്നിരിക്കുന്നത് പോലെ, അതാണ് യഥാർത്ഥത്തിന്റെ അർത്ഥം. കേട്ടോ? മുട്ടയട വെച്ചിട്ടുള്ളവർക്കറിയാം, കുറെ ദിവസങ്ങളായിട്ട് ഒരു അനക്കവും ഇല്ല, കുറെ ദിവസമായിട്ട് ഒരു മാറ്റം ഇല്ല. പക്ഷെ ഒരു കാര്യം അറിയാം, കുറച്ച് ദിവസം കഴിയുമ്പോൾ, അതിന് സമയമാകുമ്പോ മുട്ട പൊട്ടിച്ച് കോഴിക്കുഞ്ഞ് പുറത്തു വരും. ഇതാ സംഭവം. ഓക്കെ, വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പൊരുന്നിരുന്നു. അതാണ് യഥാർത്ഥ വാക്ക്, പൊരുന്നിരുന്നു. ഈ പൊരുന്നിരുന്ന ദൈവാത്മാവ് ഒന്നും സംസാരിച്ചില്ല. പക്ഷേ നമ്മളെ ഭാഗം വായിക്കുമ്പോ സമയമായപ്പോ, ഞാൻ ആ വാക്ക് അങ്ങനെ പറയാ, അത്രയും സമയമൊക്കെ പൊരുന്നിരുന്നു. പക്ഷെ സമയമായപ്പോ ദൈവം സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ ഉണ്ടോ നിങ്ങൾ? എന്നെ ചിന്തിപ്പിച്ചു. ഞാൻ ഈ ഭാഗം ചിന്തിച്ചു വിട്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ രാത്രി ആ ഭാഗം എന്നോട് ഒന്നുകൂടെ ചിന്തിപ്പിച്ചു. പാഴും ശൂന്യമായതിന് മീതെ ദൈവാത്മാവ് എന്ത് ചെയ്തു? പൊരുന്നിരിക്കുക, പരിവർത്തിക്കുക. പക്ഷെ പരിവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഈ പാഴും ശൂന്യതയും മാറുന്നില്ല. അവസാന ഭാഷയിലേക്ക് വരാം. മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് ഇപ്പോഴും എന്താ? പാഴും ശൂന്യ. നമ്മുടെ മുമ്പിൽ ഇതെന്താ? ഇപ്പോഴും പാഴും ശൂന്യ.
പക്ഷെ നീ അറിയാതെ അതിന്റെ മുകളിൽ ആത്മാവ് പരിവർത്തിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഒരു ദിവസം ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. ഞാനത് ഇങ്ങനെ പറയാം, മനസ്സിലാകാൻ വേണ്ടി ഈ ദൂതുമായി ചേർന്ന് പറയാ. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ സമയമായപ്പോ ദൈവം തന്നെ വാക്ക് പുറപ്പെടുവിച്ചു. അവൻ ലെറ്റ് ബി എ ലൈറ്റ്, വെളിച്ചമുണ്ടാകട്ടെ. ഒറ്റ വാക്ക് പറഞ്ഞപ്പോ ഇത് മകൻ ഞാൻ പറയാ, പാഴ്ശൂന്യമായി പോയ മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ സമയമാകുമ്പോ നിന്റെ വിഷയത്തിന്മേൽ ദൈവം ഒരു വാക്ക് പുറപ്പെടുവിക്കുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഞാൻ പറയല്ലോ, ഈ ഭാഗം എന്നെ കഴിഞ്ഞ രാത്രി ഒന്നുകൂടെ ചിന്തിപ്പിച്ചു. ആത്മാ പോരുന്നിരുന്ന് പെട്ടെന്ന് പറഞ്ഞൊന്നുമല്ല. ഈ പാഴും ശൂന്യമായ വെള്ളത്തിന് മീത് എന്തിരിക്കുക? ആത്മാവ് ഇരിക്കുക. പക്ഷെ ആർക്കും അറിയത്തില്ല. ലോകം നോക്കുമ്പോ, മറ്റുള്ളവർ നോക്കുമ്പോ ഇപ്പോഴും ഈ ഭൂമി എന്താ കാണുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോഴും എന്താ പാഴ്ശൂന്യം. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, ആ പാഴ്ശൂന്യമായ മേഖലയുടെ മുകളിൽ ആത്മാവ് പൊഴുതിരിക്കുക. നീ അറിയാത്ത ഒരു സമയത്ത് നിനക്ക് വേണ്ടി ദൈവം സംസാരിച്ചു തുടങ്ങും. ഒത്തിരി നാൾ നീ പാഴ്ശൂന്യമായിരിക്കാൻ, നിന്റെ വിഷയം പാഴ്ശൂന്യമായിരിക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് പകൽ ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, എപ്പോഴും നീ ശൂന്യമായിരിക്കാൻ, എപ്പോഴും നീ പാഴായിരിക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നീ അറിയാതെ നിന്റെ മുകളിൽ ഒരാത്മാവ് പൊഴുതിരിക്കുന്നുണ്ട്. നീ അറിയാതെ നിന്റെ വിഷയത്തിന്മേൽ ദൈവാത്മാവ് പൊഴുതിരിക്കുന്നുണ്ട്. ആമേൻ. ജീസസ്, ആത്മാവ് പൊരുന്നിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ദൈവം പറഞ്ഞു, ആ വാക്യത്തിന് നന്ദി, ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. 31:2 വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുക? പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്ന. ഞാൻ ഒന്നുകൂടെ പറയാം മനസ്സിലാക്കാൻ വേണ്ടി. ഈ പൊഴുന്നിരിക്കുമ്പോഴും ഇത് എന്താ തന്നെ ഇരിക്കുക? പാഴും ഉണ്ടോ? നിങ്ങൾ ഇതുണ്ടോ? നീ അറിഞ്ഞില്ല. നിന്റെ വിഷയത്തിൽ എന്ത് ചെയ്തോണ്ടിരിക്കുക? പൊഴുന്നിരിക്കുക. നീ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. നിന്റെ വിഷയത്തിൻ മുകളിൽ ആത്മാവ് പൊഴുന്നിരിക്കും, നീ അറിഞ്ഞില്ല. പക്ഷെ മൊട്ട പൊട്ടി കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ സമയം കൊണ്ട് ദൈവം നിനക്ക് വേണ്ടി ഒരൊറ്റ വാക്ക് പുറപ്പെടുവിക്കുമ്പോ, അവന്റെ സമയമാകുമ്പോൾ അത് പുറത്തു വന്നിരിക്കും. ആ പാഴ് മാറും, ശൂന്യത മാറും, ചലിക്കാൻ തുടങ്ങും. ഇത് മകൾ പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയാ, നാളുകളായി പാഴായി പോയ, ശൂന്യമായി പോയ നിന്റെ ജീവിത മേഖലകളിൽ ദൈവത്തിന്റെ സമയമായെന്ന്, അവ പ്രവർത്തിക്കാനുള്ള സമയമായെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ഓരോ ദൂതും നൽകുമ്പോൾ എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ആത്മാവ് ശക്തമായി ഇടപെടുന്ന ദൂതുകളാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ രാത്രി എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ജനത്തോട് പറയുക എനിക്ക് പ്രവർത്തിക്കാനുള്ള സമയമായതെന്ന്. ആമേ, സ്തോത്രം, സ്തോത്രം. നാളുകളായി ആമേ പാഴായി പോയ ചില മണ്ഡലങ്ങളിൽ എന്റെ കർത്താവ് പൊഴുന്നിരുന്ന്, ആമേ ആത്മാവ് പൊഴുന്നിരുന്ന വിഷയത്തിന്മേൽ ചലിക്കാൻ തുടങ്ങുക, സംസാരിക്കാൻ തുടങ്ങുക. വെളിച്ചം കാണാത്ത മേഖലകളിൽ, ഇരുളടഞ്ഞ മേഖലകളിൽ, ആമേ ഫലമില്ല മേഖലകളിൽ, ചലിക്കാതിരിക്കുന്ന മേഖലകളിൽ ഇതാണ് സമയം, ഇതാണ് സമയം, ദൈവത്തിന്റെ സമയം ഇതാണ്. വിശ്വസിക്കുക. നിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കരങ്ങൾ ചലിക്കുന്ന സമയം ഇതാ. ആമേൻ, 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 ആമേൻ. ഞാനൊന്നുകൂടെ പറയാം. എനിക്ക് എന്റെ മനസ്സിൽ ഒത്തിരി ഭാഗമുണ്ടെങ്കിലും ഈ ഭാഗത്ത് നിൽക്കാൻ ഒന്നുകൂടെ ദൈവം ഓർപ്പിക്കുന്നത് പറയാം. ഞാൻ പറഞ്ഞു, ഇത് പാർപ്പിനായി നിർമ്മിച്ചതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇതിനകത്ത് പണ്ട് എന്തോ ഉണ്ടായിരുന്നു? പാർപ്പുണ്ടായിരുന്നു, സ്തോത്രം, സസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കിളിർത്തു വരട്ടെ, മുളച്ചു വരട്ടെ, വിത്ത് അതിൻ്റെ ഉണ്ട്, നേരത്തെ ഉള്ളതാ. പക്ഷേ എന്തായി പോയി? പാഴായി പോയി. പണ്ടുണ്ടായിരുന്ന, പക്ഷെ എന്തായി പോയി? പാഴായി പോയി. എന്തായി പോയി? ശൂന്യമായി. പക്ഷെ ദൈവം പറയാ, പാഴായി പോയെന്ന് പറഞ്ഞ് നിന്റെ അധ്വാനങ്ങൾ, സ്തോത്രം, നിന്റെ പ്രയത്നങ്ങൾ പാഴായി പോയെന്ന് പറഞ്ഞ് നീ വേദനിക്കണ്ട. നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോകുക. അത് സമയമാണ്. വിശ്വസിക്കാവോ? പ്രവർത്തിക്കാനുള്ള സമയം ഇത്. ആത്മാവ് വെള്ളത്തിന് മീതെ പൊരുന്നിരുന്നു, സമയമായിപ്പോ. ഞാൻ അങ്ങനൊക്കെ പറയാം.
പ്രവർത്തിക്കാനുള്ള സമയമായപ്പോ കർത്താവ് ഇറങ്ങി വന്നു. കർത്താവ് വന്നിട്ട് പറഞ്ഞു, ഇനി നീ ഇരുട്ടത്ത് ഇരിക്കണ്ട, ഇനി നീ പാഴായിരിക്കണ്ട, ഇനി നീ ശൂന്യമായിരിക്കണ്ട, വെളിച്ചമുണ്ടാകാൻ പോക. വിശ്വസിക്കുക, ഇത് ദൈവത്തിന് സമയമാ. ഒരിക്കൽ കൂടെ പറയാ, ഇരുളടഞ്ഞ നിന്റെ മേഖലകളിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കർത്താവ് പറയാൻ പോകുന്ന സമയമാ. നിന്റെ മുൻപിൽ അടയപ്പെട്ട വഴികളുടെ മുഖത്ത് നോക്കി ദൈവം തുറക്കുക എന്ന് പറയുന്ന സമയമാ. അവന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ മുളയ്ക്കാത്തതൊന്നുമില്ല, അവന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ സൃഷ്ടിക്കപ്പെടാത്തതൊന്നുമില്ല. നിനക്ക് വേണ്ടി ചിലതിനെ സൃഷ്ടിക്കാൻ, നിനക്ക് വേണ്ടി ചിലതിനെ മുളപ്പിക്കാൻ, നിനക്ക് വേണ്ടി ചിലതിനെ വേർതിരിക്കാൻ എന്റെ കർത്താവിന് പദ്ധതിയുണ്ട്. ദിസ് ഈസ് ദ ടൈം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ. ഉണങ്ങിയ നിലം വെളിപ്പെട്ട് വരട്ടെ എന്ന് കൽപ്പിച്ചപ്പോ, ഉണങ്ങിയ നിലം വെളിപ്പെട്ട് വന്നെങ്കിൽ ചലിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ചലിക്കുന്ന ജീവികൾ ഉണ്ടായെങ്കിൽ, ആമേ കൂടട്ടെ എന്ന് പറഞ്ഞപ്പോ കൂടാൻ ഒരു കൂട്ടം ഉണ്ടായെങ്കിൽ, മുളയ്ക്കട്ടെ എന്ന് കൽപ്പിച്ചപ്പോ മുളയ്ക്കാൻ ആമേ വിത്തുകൾ തയ്യാറായെങ്കിൽ, നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ ഇന്ന് പകൽ കർത്താവ് പറയാൻ പോകുക. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്തു. This is the time. ഇതാണ് ആ സമയം. ഞാൻ വിശ്വസിക്കുക, ഫെബ്രുവരി മാസം 28 ഈ പറയുന്ന ദൂതുകൾ നീ കുറിച്ചിട്ടോ, നിന്റെ മനസ്സിലാകത്തോ, നീ എഴുതിയിട്ടോ. അവയെ സ്തോത്രം, നാളുകളാകുന്നതിന് മുമ്പേ ചിലത് മുളച്ചു വരുന്നത് നീ കാണും. നിനക്ക് വേണ്ടി ചില സൃഷ്ടിപ്പുകൾ ഉണ്ടാകുന്നത് നീ കാണും. കാരണം ഇത് നിന്റെ സമയമാ. ഇത് നിന്റെ സമയമാ. വിശ്വസിക്കോ? പ്രവർത്തിക്കാൻ ദൈവം പ്രവർത്തിക്കുന്ന സമയ. വാക്കൊന്നുകൂടെ പറയാ, സകലതും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. എന്റെ ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് കർത്താവ് ചെയ്തിരിക്കും. ഒറ്റ നിമിഷം മതി, ഒറ്റ വാക്ക് മതി. കേട്ടോ? പാഴായി പോയ, ശൂന്യമായി പോയ ഭൂമിയിലെ ഒറ്റ വാക്ക പുറപ്പെടുവിച്ച, വെളിച്ചമുണ്ടാകട്ടെ, മുളച്ചു വരട്ടെ, ചലിക്കട്ടെ, ഒന്നിച്ചു കൂടട്ടെ. കണ്ടോ? വാക്കുകൾ അവന്റെ സമയത്ത് അവൻ പുറപ്പെടുവിച്ചപ്പോ അത് ചലിക്കാൻ തുടങ്ങിയെങ്കിൽ, പറഞ്ഞേ, കർത്താവേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയ, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയ. നീണ്ട നാളുകൾ അടിമത്തത്തിൽ കിടക്കുക ജനം. യഹോവ ആര് എന്ന് ചോദിക്കുന്ന ഫറവോൻ ജനത്തെ പീഡിപ്പിക്കുക. നിങ്ങൾക്ക് വചനം അറിയാം. ഞങ്ങൾ ഓർപ്പിച്ചുള്ള കാര്യ, ജീവനെ കൈപ്പാക്കി. എന്തിനാ ജീവിക്കുന്നതെന്ന് ചോദിപ്പിച്ച് ആ വാക്യം അങ്ങനെ തന്നെ കൊടുത്തേക്കുന്നത്. ജീവനെ കൈപ്പാക്കി പീഡിപ്പിക്കുക. നാളുകൾ ഒത്തിരിയായി. പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ ഇറങ്ങി വരേണ്ട സമയമായി. ഞാൻ അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. എന്നിട്ട് ആ വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറക്കല്ലേ? മോശേ, ഞാൻ ഇറങ്ങി വന്നു, കുഴപ്പമില്ല, നീ പെതുക്കെ വന്നാ മതി എന്നല്ല പറഞ്ഞേ. അവിടെ പദമുണ്ട്, സോ ലെറ്റ് നൗ യു കം. ഇപ്പോൾ വരിക, നീ ഇപ്പോൾ വരണം. അതിന്റെ അർത്ഥം എന്താ? എന്റെ പ്രവൃത്തിയുടെ സമയമായി. ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തം അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ പീഡ ഞാൻ കണ്ടു. ഞാൻ എന്ത് ചെയ്തു? ഇറങ്ങി വന്നു. എനിക്ക് പ്രവർത്തിക്കേണ്ട സമയമായി. നീയായിട്ട് എന്ത് ചെയ്യരുത്? താമസിപ്പിക്കരുത്. കേട്ടോ? നിങ്ങൾ നോക്കിക്കേ. എന്നാ ശരി മോനെ, നീ പോയിട്ട് പിന്നെ വാ, നിനക്കൊക്കെ വാ എന്ന് പറഞ്ഞ് വിട്ടില്ല കർത്താവിനെ. ഒത്തിരി ഒഴിവുകൾ പറഞ്ഞിട്ട് വിട്ടില്ല. കാരണം എന്താ അറിയോ? കർത്താവിനെ പ്രവർത്തിക്കേണ്ട സമയമായി.
വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈ 2021 കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. ജീസസ്, എന്റെ വിഷയത്തിന് മുമ്പിൽ കർത്താവ് പ്രവർത്തിക്കുന്ന സമയമാണ്. വിശ്വസിക്കാൻ മനസ്സോടെ വിശ്വസിച്ചോ? ഒന്നുകൂടെ കേറി പറയാം. ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ കർത്താവ് പ്രവർത്തിക്കും. ഒരു മനുഷ്യനും തടയാൻ പറ്റാത്ത വിധത്തിൽ കർത്താവ് പ്രവർത്തിക്കും. ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത വിഷയത്തെ കർത്താവ് ഏറ്റെടുക്കാൻ പോയാ. ആ വാക്ക് ആത്മാവിൽ ഒരിക്കൽ കൂടെ പറയാ. ഒരു മനുഷ്യന് തടയാൻ പറ്റാത്ത വിധത്തിൽ, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത ക്രമത്തിൽ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സമയമായി. ആ ജനത്തെ പുറപ്പെടുവിക്കാൻ പറഞ്ഞ ഭാഗത്തെ എന്നെ ഒരു വാക്ക് വളരെ ചിന്തിപ്പിച്ചു. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നേ. പുറപ്പാട് 9:5. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ചു. അടുത്തത്, സമയം കുറിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചോ? നാളെ യഹോവ ഈ ദേശത്ത് ഈ കാര്യം ചെയ്യുമെന്ന് കൽപ്പിച്ചു. കൽപ്പിച്ചെന്ന് മാത്രമല്ല, ഞാൻ എന്ത് ചെയ്തിരിക്കുക? വിശ്വസിക്കോ? സ്വതന്ത്രം. സമയം ഇവിടുത്തെ ഈ ലോകത്തിലെ മനുഷ്യരൊന്നുമല്ല സമയം കുറിക്കുന്നത്. മനസ്സിലായോ? ഈ ലോകത്തിലെ ആരുമല്ല സമയം കുറിക്കുന്നത്. കർത്താവ് എന്ത് ചെയ്തിരിക്കുക? ആ വാക്ക് നിങ്ങൾ വായിച്ചു വിട്ടിട്ടുണ്ടാവും. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന് 5-ാം വാക്കേ പറഞ്ഞേ. നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ചു. അവിടെ കൊണ്ട് നിർത്തിയില്ല. ഞാൻ എന്ത് ചെയ്തിരിക്കുക? സമയം. അപ്പൊ ഞാൻ എപ്പം ചെയ്യുമെന്ന് സമയം കർത്താവ് ചെയ്തു. സമയം കുറിച്ച് വെച്ചേക്കാണ്. എന്നുവെച്ചാൽ ഞാൻ കുറിച്ച സമയത്തെ മാറ്റാൻ ആർക്കും പറ്റില്ല. അത് എത്ര ഫറവോൻ ചിന്തിച്ചാലും, എത്ര ആഭിചാരകന്മാർ ചിന്തിച്ചാലും, എത്ര ശകനവാദികൾ ചിന്തിച്ചാലും, എത്ര മന്ത്രവാദികൾ ചിന്തിച്ചാലും, ആരെല്ലാം ശുദ്ധ ഉഷ്ടശക്തികൾ ഒന്നിച്ചു ചിന്തിച്ചാലും ഞാൻ കുറിച്ച സമയത്തെ മാറ്റാൻ പറ്റില്ല. എന്റെ പ്രിയരെ, കർത്താവ് സമയം കുറിച്ചായിരുന്നു. ഈ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറും, സമയമൊക്കെ ആയി പോകാൻ എന്നൊക്കെ പറയാറുണ്ട്. സ്വതന്ത്രം. കർത്താവ് എഴുതി വെച്ചൊക്കെ സമയമുണ്ട്, ആ സമയത്തെ പോകത്തുള്ളൂ. മനസ്സിലാക്കി ചുമ്മാതെ കയറി ഇപ്പൊ അങ്ങ് പോയി. ഇത് ഇവിടെ ചെറിയ വേദന, ഇവിടെ ഇമ്മ കിടന്ന് ടെൻഷൻ അടിക്കാതെ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? പോരാ. കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് കർത്താവ് കുറിച്ച സമയത്ത് പോയിരിക്കും. അങ്ങനെ വിശ്വസിക്കേ. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട കോഴിസാരി, ഞങ്ങളൊക്കെ വിചാരിച്ചു 2-3 വർഷങ്ങളൊക്കെ ജീവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. അച്ഛനും ഉണ്ടായിരുന്നു അതിന് മുമ്പേ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചു മനസ്സിലായ കാര്യമുണ്ട്. എവിടെ കല്ലറ പണിയണമെന്ന് ഒരു അച്ഛൻ 1 മാസം മുമ്പ് കാണിച്ചു. ചെയ്യേണ്ട കാര്യം മൊത്തം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ വേല തികഞ്ഞു, ഞാൻ പോകാറായി. അച്ഛന് നല്ല ഉറപ്പായിരുന്നു പോകാറായെന്ന്. ഹലോ, മനസ്സിലായോ? അച്ഛൻ നല്ല ഉറപ്പായിരുന്നു. അതിന് മുമ്പേ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്റെ വേല തികയ്ക്കുമ്പോഴേ ഞാൻ പോകത്തുള്ളെന്ന്. അവസാന സമയമായപ്പം പറയാൻ തുടങ്ങി, എന്റെ വേല തികച്ചു, ഞാൻ പോകാറായി. കല്ലറയുടെ സ്ഥലം വരെ കാണിച്ചു കൊടുത്തു. ഹലോ, എന്റെ പ്രിയരെ, മനസ്സിലായോ? ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പോട്ടോ പുറകോട്ടോ മാറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ നിന്റെ വിഷയത്തിന് മുമ്പിൽ ദൈവം ഒരു സമയം കുറിച്ച് വെച്ചിട്ടുണ്ട്. ദൈവം പറയാ, പറവോനെ നീ ചോദിച്ചില്ലേ ഞാൻ ആരാണെന്ന്, ഞാൻ സമയം കുറിച്ച് വെച്ചിരിക്കുക. ഇന്ന് മകൾ ഞാൻ ഇങ്ങനെ പറയാ, ദൈവം കൽപ്പിക്കുക മാത്രമല്ല, ദൈവം സമയം കുറിച്ച് വെച്ചിരിക്കുക. വിശ്വസിക്കുക. നിന്നോട് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ അറിയുന്നതിന് മുമ്പ് നിന്റെ സമയം കുറിച്ച് വെക്കുന്നവൻ യോ വിശ്വസിക്കുന്നവരോടെ കര ചേർത്തടിച്ച് അല്പനിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക. ദൈവം സമയം കുറിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ എല്ലാ വാക്യം വായിപ്പിക്കാതെ മുമ്പോട്ട് വരാം. ദൈവം സമയം കുറിച്ച് വെച്ചിരിക്കുക. ദൈവം സമയം കുറിച്ച് വെച്ചിരിക്കുക. ആ സമയത്തെ മാറ്റാൻ ആർക്കും പറ്റില്ല. സ്തോത്രം.
അവനെ പ്രവർത്തിക്കാനുള്ള സമയമുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, മുമ്പോട്ടോ പുറകോട്ടോ മാറില്ല. മുമ്പോട്ടോ പുറകോട്ടോ. സ്തോത്രം. അത് ലോകത്തിലെ ആരെല്ലാം ചിന്തിച്ചാലും, ഒരിക്കൽ കൂടെ ഞാൻ പറയാ, എത്ര അധികാരികൾ ചിന്തിച്ചാലും, ഫറവോനെ നീ എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിച്ചാലും, നീ കൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് കൽപ്പിക്കാം, പക്ഷെ ഞാൻ കൽപ്പിക്കാൻ മാത്രമല്ല, ഞാൻ എന്ത് ചെയ്തിരിക്കുക, സമയം നാളെ നടക്കുമെന്ന് പറഞ്ഞാൽ നടന്നിരിക്കും. അതങ്ങനെ സമയം കുറിച്ച് വെച്ചു. ശബരിയിൽ ആകെ പട്ടിണിയായി. അവഹാൻ നിങ്ങൾക്കറിയാം, ഞാൻ പറയില്ല, എല്ലാ വാക്കൊന്നും വൈകുന്നില്ല. സ്തോത്രം. ആകെ പട്ടിണിയായി. അവസാനം മക്കളെ വരെ എന്ത് ചെയ്യുക, പുഴുങ്ങി തിന്നാൻ തുടങ്ങി. ആകെ പ്രശ്നമായി. എലീശയെ പിടിക്കാൻ വേണ്ടി രാജാവ് ആളെ വിട്ടു. എലീശ പറഞ്ഞു, അകമ്പടി നായോട് പറഞ്ഞു, നാളെ ഈ നേരത്ത്, കണ്ടോ സ്തോത്രം, നാളെ ഈ നേരത്ത് ക്ഷാമത്തിന്റെ മധ്യത്തിൽ സമൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, എങ്ങനെ നടക്കും? പറഞ്ഞ പദം എന്തുവാ? ആകാശത്തിലെ കിളിവാതിൽ തിരിഞ്ഞും ദൈവം തുറന്നാൽ പോലും കാര്യം എന്ത് ചെയ്യത്തില്ല. പക്ഷെ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ എല്ലാം അസാധ്യമായിരിക്കും. സകല വഴികളും നിന്റെ മുമ്പിലാണ്. ഞാനൊന്ന് വായിപ്പിക്കാതെ വിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് കേട്ടോ, അറിയാമല്ലോ. സ്തോത്രം. ആമേ സ്തോത്രം. ആ വാക്യമൊന്നും ഞാൻ വായിപ്പിക്കുന്നില്ല. രാജകുമാരുടെ പുസ്തകം 2 രാജകുമാരുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ആമേ. നാളെ ഈ നേരത്ത് എന്ന് വെച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ, കേട്ടോ, എങ്ങനെ നടക്കും? എത്ര കണക്ക് കൂട്ടിയാലും എന്ത് ചെയ്യത്തില്ല, നടക്കില്ല. സമയമില്ല, നടക്കില്ല. പക്ഷെ ദൈവം പറയാ, നിന്റെ മുമ്പിൽ അസാധ്യ. നീ എന്താ പറഞ്ഞേ? കിളിവാതിൽ തുറന്നാൽ പോലും ചിലക്ക് ചോദിക്കത്തില്ലേ, കർത്താവിന് നൂലെ കെട്ടി ഇറക്കുമോ? നൂലെ കെട്ടി ഇറക്കണമെങ്കിൽ നൂലെ കെട്ടി ഇറക്കും. ഹലോ, അനുഭവമൊക്കെ ഉണ്ട് ഒത്തിരി. കർത്താവ് നൂലെ കെട്ടി ഇറക്കുമെന്ന് ചോദിച്ചാൽ നൂലെ കെട്ടി ഇറക്കും. അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, തക്ക സമയത്ത് കിട്ടേണ്ടതും ലഭിക്കേണ്ടതും നടക്കേണ്ടതും ഒക്കെ നടന്നിട്ടില്ലേ? കർത്താവ് അപ്പോൾ തന്നെ ചെയ്തിട്ടില്ലേ? നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തതുപോലെ എന്തിനാ പിന്നെ ടെൻഷൻ അടിക്കുന്നേ? എന്റെ കർത്താവ് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റാൻ പറ്റില്ല. അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, പക്ഷെ നീ കാണും, നീ എന്ത് ചെയ്യത്തില്ല. അറിയാതെ പറഞ്ഞു, നീ കാണും, എന്ത് ചെയ്യത്തില്ല. അതെ, സ്വത്രം. രാജാവ് വിളമ്പാൻ പുള്ളിയെ തന്നെ ഏൽപ്പിച്ചു. നിങ്ങൾ നോക്കിയേ, ഏതവൻ നാവ് കൊണ്ട് പറഞ്ഞു അവനെ കൊണ്ട് വിളമ്പിക്കുക, വിളമ്പിപ്പിച്ചെന്നങ്ങ് പറയാ. സ്വത്രം. പക്ഷെ അവന് കാണാനേ പറ്റുള്ളൂ, എന്ത് ചെയ്തില്ല. ഞാൻ പകൽ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാൻ മുമ്പോട്ട് വരാം. എന്റെ കർത്താവ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ കുഞ്ഞെ, എന്റെ കൂടപ്പിറപ്പ്, നിന്റെ ജീവിതത്തിൽ എല്ലാം അസാധ്യമായിരിക്കും. ആകാശം കിളിവാതിൽ തുറന്നാൽ പോലും നിനക്കത് നടക്കില്ലായില്ലെന്നുള്ള ചിന്ത നിന്റെ ഉണ്ടാകുക. നിന്റെ മാനുഷിക ബുദ്ധി ഒരുപക്ഷെ നടപ്പിലാകില്ലെന്ന് ചിന്തിക്കാം. പക്ഷെ ഇന്ന് പകൽ വചനത്തിന്റെ ബഹുനിശ്ചയത്തോടെ ഞാൻ പറയാ, എന്റെ ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. ആമേൻ, ആമേൻ. ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞ കാര്യം പറയാം. എനിക്കറിയാവുന്നൊരു കാര്യം. ഞങ്ങളൊരു മകന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവന് ബാങ്കിൽ ലോൺ കിട്ടണം, വിദ്യാഭ്യാസത്തിന് പോകണം. സമയങ്ങൾ എടുക്കുന്നു. ആ മാനേജര് എന്ത് ചെയ്താൽ ഒപ്പിട്ട് കൊടുക്കില്ല. വളരെ വിഷമമായി. എന്നോട് പറഞ്ഞു, പാസേ പുള്ളി എന്തോ പറഞ്ഞിട്ടും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ അച്ഛൻ പോകാൻ പറഞ്ഞു. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒറ്റ ദിവസത്തേക്ക് മാനേജരെ ദൈവം മാറ്റി. ആ ഒരു ഒറ്റ ദിവസത്തേക്ക് ദൈവം മാനേജരെ മാറ്റി. ഒപ്പിട്ട് മേടിച്ച് എന്നെ എടുക്കുന്ന പറയും, പാസ്റ്റർ, ആ മാനേജരെ ദൈവം മാറ്റി. ദേ ഇന്നത്തേക്ക് ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, എനിക്ക് സംഭവം സാക്ഷനാക്കി കിട്ടി. എന്റെ പ്രിയരെ, കർത്താവ് ഒരു സമയം തീരുമാനിച്ചാൽ ഏത് മാനേജർ ചിന്തിച്ചാലും, ഏത് നേതാക്കന്മാർ ചിന്തിച്ചാലും, ഏത് അധികാരികൾ ചിന്തിച്ചാലും, ദൈവം സമയം കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ, ഇത് മകൾ കരമുയർത്തി വിശ്വസിച്ചോണ്ട് പറയാ, എന്റെ ദൈവമേ, ഇത് നിനക്ക് പ്രവർത്തിക്കാനുള്ള സമയമാ, ഞാനത് വിശ്വസിക്കുകയാണ്. ദൈവത്തിന് സമയമുണ്ട്. സത്രം. ദൈവത്തിന് സമയമുള്ള പോലെ നിങ്ങൾക്ക് സമയമുണ്ടെന്ന് എനിക്കറിയാം, പോകാറായെന്നറിയാം. സ്തോത്രം. ദൈവമേ, പ്രവർത്തിക്കാനുള്ള സമയമായി. നമ്മുടെ സമയത്തൊന്നല്ല, നമുക്കറിയാം. ലാസറിന്റെ കല്ലറയിൽ നിങ്ങൾക്കറിയാം, വിഷയമാക്കണ്ട ഒന്ന് തൊട്ടുവിട്ടാലും നിങ്ങൾക്ക് ഓർമ്മ വരുന്ന എനിക്കറിയാം. എന്നെക്കാൾ പ്രസംഗിക്കാൻ കഴിവുള്ളവരെ ഇരിക്കുന്നത് ശ്രദ്ധിച്ചേ. ലാസറിന്റെ കല്ലറയ്ക്കൽ പ്രതീക്ഷിച്ച സമയത്തൊന്നും കർത്താവ് വന്നില്ല. വന്നോ? വന്നില്ല. ദീനമായി കിടന്നപ്പോ വന്നില്ല. അടക്കത്തിന് വന്നില്ല. അടക്ക ശുശ്രൂഷയ്ക്ക് വന്നില്ല. കുഴിച്ചിടാൻ വന്നില്ല. മണ്ണുവാരി ഇടാൻ വന്നില്ല. ആകെ പ്രശ്നമാണ്.
പക്ഷെ കർത്താവ് പറഞ്ഞു, ഞാൻ പോവും എന്റെ സമയത്ത്. എപ്പോഴാ അവന്റെ സമയം? എപ്പോഴാ അവന്റെ സമയം? അടക്കവും കഴിഞ്ഞു, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. 4 ദിവസം ആയപ്പോ കർത്താവിന് സമയമായി. നിന്റെ ചാപ്റ്റർ നീ ക്ലോസ് ചെയ്തപ്പോ, ആ അധ്യായം അടച്ചു വെച്ചപ്പോ, ഇനി ആ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കത്തില്ലെന്ന് തീരുമാനിക്കുമ്പോ, ആ വിഷയം ഇനി നടപ്പിലാകില്ലെന്ന് ചിന്തിക്കുമ്പോ, അത് കർത്താവിന് സമയാ. ഞാൻ അതിനെ ഇങ്ങനെ പറയാം, മനുഷ്യന്റെ കഴിവുകൾ ഇല്ലാതാകുമ്പോ, മനുഷ്യന്റെ പദ്ധതികൾ പൊളിയുമ്പോ, ദൈവത്തിന്റെ സമയം ആരംഭിക്കും. എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ സമയത്തിന് കാര്യം തന്നെ പറയാം. അല്ലെങ്കിലും എനിക്കറിയായിരുന്നു, ഇപ്പം അല്പിച്ച് താമസിച്ചാലും ഈ സമയത്തുള്ളിൽ നടക്കുമെന്ന് എനിക്ക് വിട്ടുകൊടുക്കത്തില്ല. നമ്മളാരാ പുള്ളികള് വിട്ടുകൊടുക്കത്തില്ലല്ലോ. പക്ഷെ കർത്താവ് എപ്പോഴാ ചെയ്യുന്നറിയോ? സകല പദ്ധതികളും നമുക്കിനി കിട്ടത്തില്ലെന്ന്, ഇനി ആ വിഷയം വേണ്ട, വിട്ടേരെന്ന് ചിന്തിക്കുമ്പോഴാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? എന്നോട് പറയാം, അതാണ് ദൈവത്തിന്റെ സമയം. 4 ദിവസമായി നാറ്റം വെക്കുമ്പോഴാണ് കർത്താവിന്റെ സമയം. അപ്പൊ നമ്മുടെ പദ്ധതി അല്ല ദൈവത്തിന്റെ പദ്ധതി. ഓക്കെ, കൊടുങ്കാറ്റിൽ പടക് കടന്ന് ആടി ഉലയുക, രാത്രി മുഴുവൻ നോക്കി, വൈകുന്നേരമായി, രാത്രിയായി, വന്നോ കർത്താവ്? അവന് സമയമായോ? അയ്യോ, ആർക്കും അറിയത്തില്ലേ ഭാഗം. എപ്പോഴാ കർത്താവിന് സമയം? 4-ാം യാമത്തിൽ. കണ്ടോ, അവന്റെ പ്രവർത്തന സമയം എപ്പോഴാ? നമ്മുടെ കൈകൾ കുഴയുമ്പോൾ, നാം തണ്ട് വലിച്ചു വലയുമ്പോ, ഇനി പറ്റില്ല കർത്താവേ, നിനക്ക് പ്രവർത്തിക്കേണ്ട സമയം ഇതാണെന്ന് നീ പറയുമ്പോ, ഒന്നുകൂടെ പറയാ, വിട്ടുകൊടുക്കുമ്പോ കർത്താവ് പ്രവർത്തിക്കും. നമ്മൾ വിട്ടുകൊടുക്കാനില്ലല്ലോ, വിട്ടുകൊടുക്കാൻ നാം തയ്യാറാകുന്നില്ലല്ലോ. വിട്ടുകൊടുക്കാൻ എപ്പോൾ തയ്യാറാകുമോ അപ്പോ കർത്താവ് പ്രവർത്തിക്കും. അതാണ് പ്രവർത്തന സമയ. ഒന്നൊരു വാക്യം വേഗം ഒന്ന് വായിച്ച് നിർത്താം, ഞാൻ നിർത്താം. യെശയ്യാ 62-ാം അധ്യായം. യെശയ്യാവ് 62. അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരിക. സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതിരിക്കില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കില്ല. അതാൽ ഇതുവരെ ദൈവം സിയോനെ കുറിച്ച് മിണ്ടാതിരിക്കുകയായിരുന്നു, ഇതുവരെ ദൈവം അനങ്ങാതിരിക്കുകയായിരുന്നു. പക്ഷെ ദൈവം പറയാ, ഞാൻ ഇനി എന്ത് ചെയ്യത്തില്ല, സിയോനെ കുറിച്ച് മിണ്ടാതിരിക്കില്ല, ഞാൻ ഇനി അനങ്ങാതിരിക്കില്ല. ഞാന് ആ വാക്കുകളെല്ലാം എടുക്കുന്നില്ല. 4-ാം വാക്യം, ഇനി നിന്നെ അസൂബ അല്ലെങ്കിൽ തിക്ത എന്ന് വിളിക്കില്ല. ഓക്കെ, അപ്പൊ ഇതുവരെ ദൈവം എന്ത് ചെയ്യായിരുന്നു? മിണ്ടാതിരിക്കുകയായിരുന്നു. ഇതുവരെ ദൈവം അനങ്ങാതിരിക്കുകയായിരുന്നു. ദൈവം പറയേ, ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല, മിണ്ടാതിരിക്കില്ല. ഇനി ഞാൻ എന്ത് ചെയ്യത്തില്ല, അനങ്ങാതിരിക്കില്ല. ഞാൻ അങ്ങനെ ഇറങ്ങി നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ ഒരു കാര്യം ഓർത്തോണം, ഇനി നിന്നെ ആരും തിക്ത എന്ന് വിളിക്കില്ല. എന്ന് വെച്ചാൽ ഇതുവരെ നിന്നെ തള്ളിക്കളഞ്ഞവൾ, ഇല്ലാത്തവൾ, തിക്തയായവൾ എന്നൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ ഇനി അങ്ങനെ വിളിക്കില്ല. ഞാൻ ഒത്തിരി അതിനകത്ത് തന്നെ ബാക്കിയെല്ലാം വായിക്കുന്നില്ല. ഇനി അതിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ. ഓക്കെ, നിങ്ങൾ 62-ാം അധ്യായം വീട്ടിൽ പോയി പിന്നെ വായിച്ചോളൂ, നിർത്താൻ പോവാ. ഇനി നിന്റെ ധാന്യം, അതിന്റെ അർത്ഥം എന്താ? ഇതുവരെ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? നിന്റെ ധാന്യം ശത്രു ആഹാരമാക്കി. നീ അധ്വാനിച്ചുണ്ടാക്കിയത് അന്യജാതിക്കാർ കുടിച്ചു കളഞ്ഞു. ഓക്കെ, നിന്റെ കഷ്ടപ്പാട്, നീ അധ്വാനിച്ചതൊക്കെ ഇല്ലാതാക്കി. പക്ഷെ ദൈവം പറയതേ, ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുക. ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഇനി നിന്റെ ധാന്യം ശത്രു ആഹാരമാക്കിയെടുക്കില്ല.
അധ്വാനിച്ചിട്ടും പ്രവർത്തിച്ചിട്ടും, ഒന്നുകൂടെ കാര്യം പറയാ, ഭാഗം വിതച്ചു, കൊയ്തു, ധാന്യവും കിട്ടി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അച്ഛന്മാരത് പറയാൻ കഴിക്കാൻ പറ്റുന്നില്ല. പഠിച്ചു, സർട്ടിഫിക്കറ്റും കിട്ടി, കാര്യങ്ങളൊക്കെ നടന്നു, അധ്വാനിച്ചു, എല്ലാമായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കണ്ടോ? ധാന്യമായി കൈ കിട്ടി, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവം പറയാ, ഇനി നിന്റെ സമയ, ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങുക. ഇനി ഞാൻ മിണ്ടാതിരിക്കില്ല, ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല. ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിന്റെ ധാന്യം നീ തിന്നും. നീ അധ്വാനിച്ചുണ്ടാക്കിയത് മറ്റൊരാൾ അനുഭവിക്കാതെ നീ അനുഭവിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിന്റെ ഉള്ളിൽ ധാരാളം ചിന്തകൾ ദൈവാത്മാവ് നൽകിയ ഭാഗങ്ങളുണ്ട്. പക്ഷെ അവസാനിപ്പിക്കുക. ദൈവമേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം. എല്ലാം കണ്ണുമടച്ചേ, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. വിശ്വാസമുണ്ടെങ്കിൽ പറ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എത്ര പാഴായി പോയാലും, എത്ര ശൂന്യമായി പോയാലും, അങ്ങനെ ഒരു വാക്കിന് മുമ്പിൽ അത് ചലിക്കാൻ തുടങ്ങും. ഒരു നിമിഷം പ്രാർത്ഥിക്കൂ. ഈ വാക്കൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ, എല്ലാവരോടും ഞാൻ പറയുന്നില്ല, ഈ വാക്കൊന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത് പറയാൻ മനസ്സുണ്ടെങ്കിൽ പറയുക, യഹോവേ, ഇത് നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. നിന്റെ വിഷയത്തെ നോക്കി നീ പറഞ്ഞു, ഇത് നിന്നെ പ്രവർത്തിക്കാനുള്ള സമയമാണ്. പാഴും ശൂന്യമായി പോയതും 4 ദിവസമായി നാറ്റം വെച്ചോ ധാന്യം കിട്ടിയിട്ടും കഴിക്കാൻ പറ്റാത്തതും, അക്കരെ എത്താൻ കഴിയാതെ ഇടയ്ക്ക് വെച്ച് തടഞ്ഞു പോയതും, യഹോവ ആരെന്ന് ചോദിച്ചുകൊണ്ട് നാളുകളായി പീഡിപ്പിക്കുന്നതും ഒക്കെ ഉണ്ട്. കുഞ്ഞേ, കർത്താവ് ഇതുവരെ നിനക്ക് വേണ്ടി മൗനമായിരുന്നു എന്നാണോ നീ ചിന്തിച്ചേ? കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നാണോ ചിന്തിച്ചേ? നീ പലപ്പോഴും പറഞ്ഞു, നീ പോലും എന്തേ കർത്താവെ മിണ്ടാതിരിക്കുന്നു? നീ പോലും എന്തേ കർത്താവെ മൗനമായിരിക്കുന്നു? നീ എന്തേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുന്നു? കുഞ്ഞേ, ഇത് നിന്റെ സമയമാണ്. ദൈവത്തിനൊരു സമയമുണ്ട്. നീ വലിയ മിടുക്ക കാണിച്ചില്ലേ? നീ ചിന്തിച്ചു, നീ പ്രതീക്ഷിച്ചു, പക്ഷേ അതെല്ലാം അസ്ഥാനത്താകുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഒരു നിമിഷം പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുക, ഇതോത് ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. നാളുകളായി കാത്തിരിക്കുന്ന, നാളുകളായി പ്രാർത്ഥിക്കുന്ന, നാളുകളായി അധ്വാനിക്കുന്ന ചില വിഷയത്തിന്റെ മറുപടിയായി കർത്താവ് പ്രവർത്തിക്കാനുള്ള സമയമായി. ഇനി അവൻ വൈകിപ്പിക്കില്ല. ഇനി അവന് കാലതാമസമുണ്ടാകില്ല. അറിയാവുന്ന വാക്യം ചേർന്നെന്ന് പറയാമോ? ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അതെന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും നിശ്ചയം. വൈകിയാലും അതിനായി കാത്തിരിക്കുക. സമയം തെറ്റുകയുമില്ല. ആ വാക്കോടൊക്കെ ചേർന്നൊന്ന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സമയം എടുക്കുന്നില്ല. ആ വാക്കിന്റെ അവസാനമാക്കണം, അവൻ സമയം തെറ്റുകയുമില്ല. ആരുടെ സമയം? ദൈവത്തിന്റെ സമയം. ദൈവത്തിന്റെ സമയം. പിന്നെ നിന്നോടൊരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ദൈവം അവധി വെച്ച സമയത്ത് സാറായെ സന്ദർശിച്ചതുപോലെ, ദൈവം വെച്ച അവധിക്ക് സാറായെ സന്ദർശിച്ചതുപോലെ, ദൈവം നിന്നെ സന്ദർശിക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്. അസമയമാകുമ്പോൾ അവന്റെ പ്രവൃത്തി കുറിക്കും. പ്രിയ കർത്താവേ, ഇന്ന് പകലും അങ്ങനെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നല്ലോ. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇതങ്ങടെ പ്രവർത്തിക്കാനുള്ള സമയമാണ്. വചനത്തെ ദുർബലമാക്കുന്ന, ന്യായപ്രമാണത്തെ അനുസരിക്കാത്ത ധാരാളം പേരുണ്ട്. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇതിന്റെ മധ്യത്തിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി
പ്രവർത്തിക്കുന്നു. ഈ ദൂത് ഏറ്റെടുത്തതിന് ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദൂതിനെ അതുപോലെ അംഗീകരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവർത്തിയുടെ സമയമായെന്ന് വിശ്വസിച്ച് ഈ ദൂതിനെ ആമേൻ എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ വിടുതലുകൾ ഇപ്പോൾ അവരുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. അവരുടെ പ്രവൃത്തിയുടെ ദൂത്, അവരുടെ പ്രവൃത്തിയുടെ സമയം ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ജീസസ്, പാഴായി പോയ ചില മേഖലകളിൽ, ശൂന്യമായി പോയ ചില മേഖലകളിൽ, നഷ്ടബോധമായി നിൽക്കുന്ന ചില മേഖലകളിൽ, പരാജയപ്പെട്ടു പോയ ചില മേഖലകളിൽ, കൈവിട്ടുപോയ ചില വിഷയത്തിന്മേൽ, അക്കരയെത്താൻ കഴിയാത്ത ചില വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയമായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ദർശനത്തിന്റെ ഒരു അവധി, സമയം തെറ്റാത്തൊരവധി ഞാനത് വിശ്വസിക്കുന്നപ്പോ ഈ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്ത് അതിനെ അംഗീകരിച്ച് വിശ്വസിക്കുന്നവർക്കായി നന്ദി. അതങ്ങനെ സംഭവിച്ചതിനാൽ സ്തോത്രം. ഈ സന്ദേശം കേട്ട എല്ലാവരും കർത്താവ് ആശീർവദിക്കണമേ. സമാധാനത്തോടെ ഞങ്ങളെ മടക്കി അയക്കണമേ. അന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കിടന്നതിനാൽ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. കർത്താവേ, അങ്ങയുടെ പ്രാർത്ഥന കിടന്നതിനാൽ അങ്ങക്ക് സ്തോത്രം, 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 സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തിയുടെ സമയമായതിനാൽ ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിച്ച് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധാത്മാവാം ത്രിയേകത ദുർക്കമ്പകളും ആശീർവാദകരണയും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഈ ദൈവത്തിന്റെ വചനം കേട്ട എല്ലാ ദൈവമക്കളോടും ലോകം പാടിച്ചതിരി പാർക്കുന്ന സകല വിശുദ്ധ ജനത്തോടും കൂടെ ഇന്ന് മുതൽ യേശു കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.